Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇന്നത്തെ ഗൈഡൻസ് നമുക്ക് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ്, എന്ത് അഡ്വൈസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്, എന്ത് എനർജിയിലാണ് ഇന്ന് നിങ്ങൾ ഉണ്ടാകുക. ഓക്കെ, എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്? എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത്? ഓക്കെ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെ കടന്നു വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തടത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ എവിടെയോ നിങ്ങൾക്ക് ചതി വഞ്ചന ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീക്കായിരിക്കാം. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് നമുക്ക് കാണുന്നത്. ഇന്ന് നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് മറ്റവരെ സഹായിക്കാനൊക്കെ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള, അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കാം. അതിൽ നിങ്ങളൊരു ഒരു ആത്മസംതൃപ്തിയൊക്കെ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒരു കരുണയൊക്കെ തോന്നുന്ന ഒരു ദിവസമാണെന്ന്, ഒരു ദീനാനുകമ്പ ഒക്കെ നിങ്ങൾക്ക് തോന്നാം, നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ നിങ്ങൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഗൈഡൻസ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് എന്ത് കാര്യത്തിലെങ്കിലും ഒരു പോകുന്നുണ്ടെങ്കിൽ, ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കൂടെ കുറച്ച് പേരുകൂടി കാണാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അവരോട് ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു വാക്ക് തർക്കത്തിനോ നിൽക്കരുത്. ഇന്നത്തെ ഒരു ദിവസം സമാധാനമായിട്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു അഭിപ്രായം പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്ന അഭിപ്രായത്തോട് എതിരായിട്ടും ഒക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് വരാം. അപ്പോൾ നിങ്ങൾ അതല്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തർക്കിച്ച് നിങ്ങളുടെ സമയം വെറുതെ കളയാതിരിക്കുക, നിങ്ങളുടെ എനർജി വെറുതെ കളയാതിരിക്കുക. നിങ്ങളെ കുറച്ച് ആത്മസംയമനം പാലിച്ച് വേണം നിൽക്കാൻ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ പ്രീവിയസ് ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പ്രൊവോക്ട് ആവാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ആകരുത്. ഓക്കെ, അതാണ് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നത്. ഒരിക്കലും പ്രൊവോക്ട് ഒന്നും ആകരുത്, ബഹളം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, ആത്മസംയമനം പാലിക്കുക. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങൾ വിചാരിച്ചിരുന്നത് ആ കാര്യം നിങ്ങൾക്ക് തന്നെ കിട്ടും. പക്ഷെ കുറച്ച് ക്ഷമയോടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് അത് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് അത് വർക്ക്ഔട്ട് ആവാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ബഹളം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാണുന്നുണ്ടല്ലോ കാര്യം, ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്കുള്ളതാണത്, നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കും. സോ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ക്ഷമ ഉണ്ടാകുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ദിവസത്തെ റീഡിംഗ് ആണിത്. നല്ല ദിവസമാണ് നിങ്ങൾക്ക്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ ഒരു കാലത്ത് മറ്റുള്ള മനുഷ്യരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. നിങ്ങളത് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. പഴയ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരിക. ഓക്കെ, അതൊരിക്കലും ഹോൾഡ് ചെയ്യരുത്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി പുതിയ ഒരു സ്നേഹബന്ധമൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. സോ ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഓക്കെ, have a nice day. Thank you for watching. Stay tuned.